നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തിൽ 200 കോടി കിലുക്കവുമായി ഇടം പിടിച്ച സിനിമയാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ്. 200 കോടി ക്ലബിൽ കയറുന്ന ആദ്യ മലയാള ചിത്രമെന്ന ഖ്യാതി നേടി അന്യഭാഷകളിലും തരംഗമായി മാറിയ മഞ്ഞുമൽ ബോയ്സിന്റെ വിധി പക്ഷേ കോടി ക്ലബിൽ നിന്നും നേരെ കോടതിയിൽ കയറാനായിരുന്നു. സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് അരൂർ സ്വദേശിയായ സിറാജ് വലിയ വീട്ടിൽ ഹമീദ് പരാതിയുമായി രംഗത്ത് വന്നതോടെയാണ് ചിത്രം വീണ്ടും ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. സിനിമയുടെ ലാഭത്തിന്റെ 40% നൽകാമെന്ന് കാണിച്ച് പ്രതികൾ 7 കോടി രൂപ കൈപ്പറ്റിയെന്നും ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ വഞ്ചിച്ചുവെന്നുമാണ് സിറാജിന്റെ പരാതിയിൽ പറയുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. 2024 ഫെബ്രുവരിയിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. ചിത്രം പുറത്തിറങ്ങിയ ശേഷം വിചാരിച്ചതിനേക്കാൾ വലിയ വിജയം ഉണ്ടാവുകയും സാമ്പത്തിക ലാഭം ലഭിക്കുകയും ചെയ്തു. എന്നാൽ സിനിമയുടെ നിർമ്മാണത്തിനായി പ്രതികൾ സ്വന്തമായി പണം മുടക്കിയിട്ടില്ല. പകരം 7 കോടിയോളം രൂപ മുടക്കിയത് സിറാജിന്റെ കയ്യിൽ നിന്നുമായിരുന്നു. ഈ കണക്കുകൾ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. 1000 പേജുള്ള കുറ്റപത്രമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ളത്. സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് കുറ്റപത്രത്തിൽ ചേർത്തിട്ടുള്ളത്. ചിത്രം വൻ വിജയമായതിനു ശേഷം സൗബിനും പിതാവും നിർമ്മാതാവുമായ ബാബു ഷാഹിറും മുടക്കുമുതലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ലാഭവിഹിതമോ ഒന്നും തന്നെ നൽകിയില്ലെന്ന് സിറാജിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. വിശ്വാസവഞ്ചന നടത്തിയിട്ടില്ലെന്നും വാങ്ങിയ പണം അതേപോലെ തന്നെ തിരികെ നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു പ്രതികളുടെ ആദ്യത്തെ വാദം. പിന്നീട് ഇത്തരത്തിലൊരു പണമിടപാട് നടത്തിയിട്ടേയില്ലെന്നാണ് നിലപാടിൽ പ്രതികൾ ഉറച്ചു നിന്നത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബാബു ഷാഹിർ സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചിരുന്നുവെങ്കിലും കോടതി ഈ കേസ് തള്ളിക്കളയുകയായിരുന്നു. വിശ്വാസവഞ്ചന, ചതി, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കുമേൽ ചുമത്തിയിട്ടുള്ളത്. വഞ്ചിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്.